ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 16 റിലീസിനെത്തുമ്പോൾ എന്നോടൊപ്പം ജയ് വിഷ്ണു ആൻഡ് ഷറഫുദ്ദീൻ രണ്ടുപേരും ശരിയാണ്. നമസ്കാരം ഗൈസ്. വെൽക്കം ടു ന്യൂസ് 18. ആൻഡ് അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണല്ലേ നിങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. എങ്ങനെയുണ്ട് നിലവിലത്തെ സ്റ്റേജ് ആസ് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അത് ആ ഷൂട്ടിംഗ് ടൈമിലായിരിക്കും കുറച്ചും കൂടി എന്താ പറയാ, നെഞ്ചിടിപ്പ് കൂടുക, നെഞ്ചിടിപ്പുണ്ട്. എനിക്ക് അതിപ്പോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും നെഞ്ചിടിപ്പുണ്ട്. റിലീസിന്റെ സമയത്തൊക്കെ ഞാൻ മറ്റേ പണ്ട് ഞാൻ പറയാം, എനിക്ക് ബേസിക്കലി ആങ്സൈറ്റി ഉണ്ട്. അപ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ലൈഫിലെ പല ഇവൻറ്റുകളെയും എൻ്റെ ആങ്സൈറ്റി കൊണ്ട് ഞാൻ പ്രശ്നത്തിലായിട്ടുണ്ട്. എക്സാമുകൾ, പിന്നെന്താ, ഞാൻ വലിയ വലിയ മനുഷ്യരെ മീറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നാളെ കോളേജ് ടൂർ പോകുന്ന ദിവസമാണെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങില്ല. എനിക്കത് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ റിലീസിൻ്റെ കാര്യത്തിലും. ഈ ഒരിക്കൽ മമ്മൂക്ക പ്രിയനോട്ടത്തിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂക്ക വന്നപ്പോൾ, മമ്മൂക്ക നാളെ വരികയാണെന്ന് എനിക്കറിയാം. ആ സിനിമയിൽ ഒരു ചെറിയ ഒരു ഹാഫ് ഡേ ഷൂട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തലേ ദിവസം പോലെ അറിയാം ഇത്. അപ്പം മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ടൊന്ന് ശരിക്കും നേരെ കാണുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ രാത്രി ഉറക്കമില്ല, എനിക്ക് ഉറക്കം പോയി 12 മണി, 1 മണി, 2 മണി, 3 മണി, 6 മണിക്ക് ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. വെളുപ്പിന് 6 മണിയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു 8 മണി 7 മണി ആയിരുന്ന സമയത്ത് ഞാൻ ഒരു 1.5 മണിക്കൂർ ഉറങ്ങി. ഒരു കാര്യമില്ലല്ലോ, അപ്പം തന്നെ പോകണം സെറ്റിലേക്ക്. ഞാൻ പോയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടയേർഡായിട്ട്, ഭയങ്കര ഇതായിട്ട്. ആ ഫോട്ടോ ഒക്കെ കണ്ടറിയാം മമ്മൂക്കയുടെ കൂട്ടമെടുത്ത്. ഇത് പല സന്ദർഭങ്ങളിലും എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഇത് ഉണ്ടാവും. അതിപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത്തവണ കഴിഞ്ഞ് ഞാൻ പറയാം. കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാനിവനും കുറച്ച് കാലമായിട്ട് മധുരമനോഹര മോഹത്തിന്റെ പേരിൽ ഒന്ന് അങ്ങനെ കണ്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഞങ്ങൾ കുറെ വേറെ ഒരു സിനിമകളിലൊക്കെ വെച്ചിട്ടും ചർച്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതിന് മധുരമനോഹര മോഹത്തിന്റെ കാര്യം കോമഡിയാണ്. മധുരമനോഹര മോഹം ഇവൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ഞാൻ തന്നെ എഴുതിയതാണ്, പക്ഷെ ഇതിങ്ങനെ ഒരു സംഭവമാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക്, അപ്പോൾ അത് വേറൊരു ആർട്ടിസ്റ്റ് നോ പറയോ ഇല്ലേ എന്നുള്ള കണ്ടീഷനിലോ അങ്ങനെ അല്ല ഫസ്റ്റ് അല്ല, വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ സൗഹൃദത്തിൽ പുള്ളിക്കറിയാം എൻ്റെ ഒരു കഥയുണ്ട്. അത് ഇവർ ആ സിനിമ ചെയ്യാൻ നടക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്കതിൽ അത് ഓൾറെഡി വേറെ വഴിക്ക് പോയേക്കുന്നതാണ്. അപ്പൊ അതിൽ പിടുത്തമല്ല. പക്ഷെ എപ്പോഴും ആ ആർട്ടിസ്റ്റ് ഇങ്ങനെ പുള്ളിയുടെ ഡേറ്റോ എന്തോ സീനൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് അതിലേക്ക് പറഞ്ഞത്. ഓരോ ദിവസം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ആ ആർട്ടിസ്റ്റ് കംപ്ലീറ്റ്ലി എന്താ പറയുക ഇതായി, ഞങ്ങൾ കഥ പറയട്ടെ എന്ന് ചോദിക്കണം. അപ്പം കഥ എനിക്കറിയില്ല. ആ സ്പോട്ടിൽ ഞാൻ ചെന്നൈയിലാണ്. ഞാൻ അപ്പം തന്നെ ഒട്ടും വൈകണ്ട, വൈകുന്നേരത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടിരുന്നു. ഞാൻ സ്റ്റെഫിക്കും വിഷ്ണുവിനും അപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടു. അത് ഇനി അവർ കൊച്ചിയിലിരുത്തി കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോകും. അപ്പം തന്നെ ഞാൻ ടിക്കറ്റ് ഇട്ട് നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. നേരെ ചെന്നൈയിൽ വന്നു, കഥ പറഞ്ഞു. അന്നത്തെ ദിവസം അവിടെ കഥ പറഞ്ഞു. ഓക്കെ, എല്ലാം കൈ കൊടുത്ത് പിരിഞ്ഞ് അപ്പം തന്നെ ഞാൻ അത് പിടിച്ചു.